അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, കുറച്ച് ദിവസത്തെ അവധിക്ക് ശേഷം, ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് പുതിയ ആയത്തിലേക്ക് കടക്കുന്നത്. 46-ാമത്തെ ആയത്താണ്. എല്ലാവരും 45-ാമത്തെ ആയത്ത് വരെ പഠിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. 46-ാമത്തെ ആയത്ത് ചെറിയ ആയത്ത് തന്നെയാണ്, വലിയ പ്രയാസമൊന്നുമില്ല. പുതിയ പരിചിതമല്ലാത്ത പ്രയോഗങ്ങളുമില്ല. പിന്നെ നമുക്ക് ആയത്തിലേക്ക് കടക്കാം. എല്ലാവരും ഇന്ന് തന്നെ ഇത് അയക്കാൻ ശ്രദ്ധിക്കണേ. എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഖുർആൻ പഠനത്തിന് ഒരു സമയം നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ ഖുർആന് എത്ര വില കൊടുക്കുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വിലയിടുന്നത്. മറ്റ് തിരക്കുകൾ വരുമ്പോൾ നമ്മൾ മാറ്റിവെക്കേണ്ടത് ഖുർആനല്ല, മറിച്ച് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. ഖുർആൻ ഒഴിവാക്കേണ്ടത് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് തീർത്തും കഴിയില്ല എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമാണ് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇളവുള്ളത്. അല്ലെങ്കിൽ എന്നും ഫസ്റ്റ് പ്രയോറിറ്റി ഖുർആൻ പഠനത്തിന് വേണ്ടതാണ്. അല്പസമയം മതിയാവും, അത് പതിവായിട്ട് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, പതിവ് പോലെ നമ്മൾ ആയത്തിലേക്ക് കടക്കുകയാണ്. ഓരോ പദാനുപദം പറഞ്ഞു പോവുകയാണ്, കൂടെ പറഞ്ഞു പോകണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മാലു വൽ ബനൂന സീനത്തു അൽ ഹയാത്തി. യാ നീട്ടാനുള്ള അലിഫാണിത്. വാവിന് ഹർക്കത്തില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് വാ ഉച്ചാരണമല്ല വേണ്ടത്, ദീർഘിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യാ എന്ന് നീട്ടാനുള്ള അലിഫ് ഇരിക്കാനുള്ള സ്പേസ് മാത്രമാണ് ഈ വാവ്. അപ്പോൾ ഹയാത്തി തന്നെയാണ്, കൺഫ്യൂസ്ഡ് ആവരുത്. അദ്ദുനിയ വൽ ബാഖിയാത്തു. വൽ വ അല്ലാണ് ചേർത്ത് പറയുമ്പോൾ ഈ അലിഫ് ഉച്ചാരണമില്ല. വൽ ബാഖിയാത്തു, ബാഖിയാത്തു. യാ നീട്ടാനും ബാ നീട്ടാൻ അലിഫ് കാണുന്നുണ്ടെന്ന് കരുതുന്നു. അസ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. ഇവിടെ പിന്നെ പുതിയ പദങ്ങൾ അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗം ഒറ്റ യൂണിറ്റായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബനൂന സംശയമില്ലാന്ന് വിചാരിക്കുന്നു. സീനത്തുൽ ഹയാത്തി ദുനിയ ഇങ്ങനെ ഒന്ന് പലതവണ പറഞ്ഞ് ശരിയാക്കുക. ഇവിടെ നമുക്ക് നിർത്താം. അതുപോലെ ഇവിടെയും ഇങ്ങനെ ഒറ്റ യൂണിറ്റായിട്ട് പലതവണ പറഞ്ഞു നോക്കുക. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു. ഇത് പിന്നെ പാരായണം ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ തന്നെ കിട്ടുന്നവർക്ക് നേരെ പിന്നെ കൂട്ടിച്ചേർത്ത് പാരായണം ചെയ്യാം. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു. ഇങ്ങനെ ഒരു താളത്തിൽ പിന്നെ പറഞ്ഞ് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവും. ആ ഒരു റിതം കീപ്പ് ചെയ്തുകൊണ്ട്. സീനത്തുൽ ഹയാത്തി ദുനിയ ബാഖിയാത്തു സ്വാലിഹാത്തു. അവിടെ ഒരു താളാത്മകമായ ഒരു പിന്നെ അക്ഷരങ്ങളുടെ പ്രയോഗം മനസ്സിലാക്കാൻ കഴിയും. സീനത്തുൽ ഹയാത്തി താ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ ബാഖിയാത്തു സ്വാലിഹാത്തു. അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റായിട്ട് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ പഠിക്കാൻ പിന്നെ നമുക്ക് പാരായണം ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു. ബാക്കി എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ്. ഇനി ഇവിടെ വരുന്ന പാരായണ നിയമങ്ങൾ, ഒന്ന് ഇവിടെ അൽ എന്നാണ് തുടങ്ങേണ്ടത്. ആയത്ത് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ അൽ മാലു. ആയത്ത് തുടങ്ങുന്നില്ലെങ്കിൽ മുമ്പത്തെ വാക്കിനോട് ചേർത്താണ് വരേണ്ടിയിരുന്നത്. അൽ മാലു വൽ ബനൂന. വ അല്ലാണ് ചേർത്ത് പറയുമ്പോൾ വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഇവിടെ ഹായിൻ്റെ ഉച്ചാരണം, സായിൻ്റെ ഉച്ചാരണം, പിന്നെ ദുനിയ
ഇവിടെ സുക്കൂനുള്ള നൂനാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാൻ പാടില്ല. ദുനിയ എന്ന് കൃത്യമായിട്ട് പറയണം. ന് എന്ന് വ്യക്തമായിട്ട് കേൾക്കണം. ദുനിയ. ഇവിടെ നമുക്ക് നിർത്താം. പിന്നെ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു. ഇവിടെ ബായിൻ്റെയും യാഇൻ്റെയും സ്വാദിൻ്റെയും ഹാഇൻ്റെയും മുകളിലുള്ള അലിഫ് കാണാം. ഖാഫിൻ്റെ ഉച്ചാരണം ശരിയാക്കുക. ബാഖിയാത്തു ഖൈ. സ്വാലിഹാത്തു ഹ സ്വ ഹ. ഖൈറുൻ ഇവിടെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലൊമ്മും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചിഹ്നം വന്നാൽ ഉൻ എന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ മണിക്കാൻ പാടില്ല. ഖൈറുൻ അങ്ങനെ പറയരുത്. ഖൈറുൻ എന്ന് തന്നെ പറയുക, മണിക്കുകയും ചെയ്യരുത്. ഖൈറുൻ ഇൻദ. ഖൈറുൻ ഐ റുൻ ഐ രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെ കേൾക്കണം, മണിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ഇൻദ നിങ്ങൾക്കറിയാം സുക്കൂനില്ലാത്ത നൂനാണ്, അത് മണിക്കണം. ഇവിടെ സുക്കൂനുള്ള നൂനായിരുന്നു, അത് മണിക്കരുത്. സുക്കൂനില്ലാത്ത നൂൻ ഇതൊക്കെ നമുക്ക് പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സുക്കൂനൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് കേട്ടോ. ഐദ റബ്ബിക്ക. റാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. റബ്ബിക്ക സവാബൻ വ. ഇവിടെയും തെറ്റിയുള്ള തൻവീൻ നൽകിയിരിക്കുന്നത് അടുത്ത അക്ഷരത്തിലേക്ക് ചേർത്ത് മണിക്കാനാണ്. ബൗവ ബൗവ. ബൻ എന്ന് പറയരുത്. സവാബൗവ. ഖൈറുൻ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ റുൻ എന്ന് വ്യക്തമാക്കുക. ഖൈറുൻ അമല. ഖൈറുൻ അമല. റുൻ അ റുൻ അ വേറെ വേറെ ആയിട്ട് തന്നെ കേൾക്കണം. അത്രയേ ഉള്ളൂ. നമുക്ക് എന്നാൽ ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അപ്പോൾ വലിയ പ്രയാസമില്ലാതെ നമുക്ക് ഈ പിന്നെ ഇവിടെ മാത്രം നിർത്തിക്കൊണ്ട് പാരായണം ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്പം ശ്വാസം എടുക്കുക, നല്ലതായിരിക്കും. അപ്പോൾ തുടങ്ങിയല്ലേ, നിങ്ങൾ എൻ്റെ കൂടെ പാരായണം ചെയ്യാം. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ഈ ഭാഗം പാരായണം ചെയ്യുമ്പോൾ അല്പം ശ്വാസം എടുത്താൽ മതി. ഒന്നുകൂടി. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. പിന്നെ പതിവ് പോലെ ഈ ഓരോ വാക്കുകൾ കിട്ടാൻ പ്രയാസമുള്ളവർ അത് കിട്ടിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കൂട്ടിച്ചേർത്ത് പാരായണം ചെയ്യുക. തുടർന്ന് വരുന്ന ആവർത്തിച്ചു വരുന്ന വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് അതോടൊപ്പം ഖുറാനിൽ വിരലോടിച്ചുകൊണ്ട് പാരായണം ചെയ്യണേ. ഖുറാനിൽ കൈ ചൂണ്ടി പിടിച്ചുകൊണ്ട് തന്നെ ഓതി പഠിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിച്ച റബ്ബ് നമ്മുടെ ഈ പരിശ്രമമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സദഖല്ലാഹുൽ അലിയുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.